പത്തനംതിട്ടയിലെ അടൂരിൽ 5 അംഗ പെൺവാണിഭ സംഘം പിടിയിലായ റിപ്പോർട്ടാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. അറസ്റ്റിലായവരിൽ 2 സഹോദരിമാരും ഉൾപ്പെടുന്നു. വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 5 പേരും അറസ്റ്റിലായത്. ബിജേഷ് നടുവിൽ ആ റിപ്പോർട്ട് നൽകുന്നു. അടൂരിന് സമീപം 14-ാം മൈലിനോട് ചേർന്ന് വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് കിട്ടി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 3 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും പിടികൂടുകയായിരുന്നു. നടത്തിപ്പുകാരി അടൂർ ചുനക്കര സ്വദേശി സുകുമാരി, ഇടപാടുകാരായ പഴകുളം സ്വദേശി ഷാജി, പത്തനാപുരം സ്വദേശി അജയകുമാർ എന്നിവരെയും പഴകുളം സ്വദേശികളായ 2 സ്ത്രീകളെയുമാണ് അറസ്റ്റ് ചെയ്തത്. 28ഉം 26ഉം വയസ്സുള്ള ഇവർ സഹോദരിമാരാണ്. 7 മൊബൈൽ ഫോണുകളും 25,000 രൂപയും ഇവരിൽ നിന്നും കണ്ടെടുത്തു. 4 മാസം മുമ്പാണ് 14-ാം മൈലിൽ ഇരുനില വീട് സുകുമാരി വാടകയ്ക്കെടുത്തത്. പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ നിരവധി അപരിചിതർ വന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. അടൂർ CI MG സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പെൺവാണിഭ സംഘത്തെ കുടുക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വ്യവസായി മുഹമ്മദ് നിസാം പ്രതിയായ ചന്ദ്രബോസ് വധക്കേസിന്റെ അന്തിമവാദം നാളെ ആരംഭിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലുള്ള രേഖകൾ പരിശോധിക്കാൻ സമയം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് വാദം നാളത്തേക്ക് മാറ്റിയത്. മാധ്യമപ്രവർത്തകരെ വിസ്തരിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെഹിക്കിൾ ഡയറികൾ, പേരാമംഗലം CI PC ബിജുകുമാറിന്റെ നോട്ട്ബുക്ക്, സ്റ്റേഷൻ ജനറൽ ഡയറി തുടങ്ങിയ രേഖകൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് ഇന്ന് ആരംഭിക്കാനിരുന്ന അന്തിമവാദം നാളത്തേക്ക് മാറ്റിയത്. നാളെ പ്രതിഭാഗം അഭിഭാഷകർ രേഖകൾ പരിശോധിച്ച ശേഷമാകും വാദം ആരംഭിക്കുക. അതേസമയം കേസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ വിസ്തരിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. പല ഘട്ടത്തിലും പ്രതിഭാഗം വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ ശ്രമിച്ചതായി പ്രോസിക്യൂഷന് ആരോപണമുണ്ട്. വിചാരണ കോടതി മാറ്റാനും കൊലപാതകം അപകടമരണമായി വരുത്തി തീർക്കാനും ശ്രമം നടന്നു. നിഷാമിനെ വിഷാദരോഗിയായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങളെയും പ്രോസിക്യൂഷൻ പ്രതിരോധിച്ചു. ജനുവരി 31-നകം കേസിന്റെ വിധി ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2 ദിവസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി ജനുവരി 3-ാം വാരത്തോടെ വിധി പറയാനാകുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സമ്പത്ത് കസ്റ്റഡി മരണക്കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാണ് എറണാകുളം CJM കോടതിയിൽ CBI വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചത്. പുത്തൂർ ഷീല വധക്കേസിലെ പ്രതിയായിരുന്ന സമ്പത്ത് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കിയാണ് CBI വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന ADGP മുഹമ്മദ് യാസീൻ, DIG വിജയ് സാക്കറെ എന്നിവർക്കെതിരെ തെളിവുകൾ ഇല്ലെന്നാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് യാസീനെയും വിജയ് സാക്കറെയും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയുള്ള CBIയുടെ ആദ്യ കുറ്റപത്രം നേരത്തെ ഈ കോടതി തള്ളിയിരുന്നു. പിന്നീട് ഇവരടക്കം പ്രതിപ്പട്ടികയിലുള്ള 17 പേരുടെയും പങ്കിനെക്കുറിച്ച് തുടരന്വേഷണം നടത്തി വിശദമായ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയതിനെതിരെ സമ്പത്തിന്റെ സഹോദരൻ മുരുകേശൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആദ്യ കുറ്റപത്രത്തിന് സമാനമായ കുറ്റപത്രം വീണ്ടും സമർപ്പിച്ചത്. 2010 മാർച്ച് 23-നായിരുന്നു പാലക്കാട് പുത്തൂരിൽ V ജയകൃഷ്ണന്റെ ഭാര്യ ഷീല വീട്ടിൽ കൊല ചെയ്യപ്പെട്ടത്. കേസിൽ മുഖ്യപ്രതിയായിരുന്ന സമ്പത്ത് മാർച്ച് 29-ന് പാലക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ മരണപ്പെടുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച ആരോപണം ശക്തമായതോടെയായിരുന്നു കേസന്വേഷണം CBI ഏറ്റെടുത്തത്. ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 14 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSS ആക്രമണത്തിൽ പരിക്കേറ്റ കണ്ണൂർ ചക്കരകല്ലിലെ CPIM പ്രവർത്തകൻ സുമേഷിന്റെ കാൽ മുറിച്ചുമാറ്റി. പ്രദേശത്ത് നടന്ന റെയ്ഡിൽ RSS കേന്ദ്രത്തിൽ നിന്ന് പോലീസ് മാരകായുധങ്ങളും ബോംബും കണ്ടെത്തി. ജോഷിലയുടെ റിപ്പോർട്ട്. കണ്ണൂർ ചക്കരക്കൽ പള്ളിപ്പൊയിൽ കോവിലിന് സമീപം RSS പ്രവർത്തകരുടെ ബോംബേറിൽ പരിക്കേറ്റ തലമുണ്ട സ്വദേശി സമേഷിന്റെ ഇടതുകാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മുറിച്ചുമാറ്റി. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഒരു സംഘം RSS പ്രവർത്തകർ CPIM പ്രവർത്തകരായ സമേഷും രാജേഷും സഞ്ചരിച്ച ബൈക്കിന് നേരെ ബോംബെറിഞ്ഞത്. രാജേഷ് കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യം 2 ബോംബെറിഞ്ഞ സമയത്ത് വേക്കിലുള്ളിവ ഇറങ്ങി തോന്നുന്നത്, ബൈക്ക് സ്പ്ലിഡായിട്ട് വേക്കിൽ ഇവൻ ഇറങ്ങി എന്നാ തോന്നുന്നത് എനിക്ക്. അപ്പാടനെ പിന്നത്തെ ഇവന്റെ കാക്കാന്ന് അവരെറിഞ്ഞത്. RSS പ്രവർത്തകരായ ചെമ്പിലോട് സ്വദേശി ഷനിൽ, ഷിനോജ്, ഷിസിർ, ഷാരോൺ, അയ്യപ്പൻമല സ്വദേശി ലെനീഷ് എന്നിവർക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. അതേസമയം പള്ളിപ്പൊയിലിൽ ബോംബാക്രമണം നടന്ന സ്ഥലത്തു നിന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ബോംബുകൾ കൂടി കണ്ടെടുത്തു. പള്ളിപ്പൊയിൽ RSS കേന്ദ്രത്തിലെ കടയിൽ നിന്നും വടിവാളുകളും വാളുകളും പോലീസ് കണ്ടെടുത്തു. ചെമ്പിലോട് നടന്നത് സംഘർഷമല്ലെന്നും പ്രകോപനമൊന്നുമില്ലാതെ CPIMന് നേരെ നടന്ന ആക്രമണമാണെന്നും
കണ്ണൂരിനെ ആക്രമണത്തിന്റെ പരീക്ഷണ കേന്ദ്രമാക്കാനുള്ള RSS അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ചക്കരക്കല്ലിൽ നടന്നിട്ടുള്ള സംഭവം, അവിടെ CPMന്റെ 2 പ്രവർത്തകന്മാർ ബൈക്കിൽ പോകുമ്പോൾ ബോംബെറിഞ്ഞ് ഒരാളുടെ ജീവൻ അപകട നിലയിലാണിപ്പോൾ. കാല് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. RSS നേതാക്കന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവസാന വാക്ക് മോഹൻ ജി ഭാഗവതാണ്. ഞങ്ങളുടെ സർസംഘചാലക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വാക്കില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൊടുപുഴയിൽ CPIM ലോക്കൽ സെക്രട്ടറി ഷൗക്കത്ത് അലിയുടെ വീടിന് നേരെ ആക്രമണം. നടൻ ആസിഫ് അലിയുടെ പിതാവാണ് ഷൗക്കത്ത് അലി. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്ന് CPIM ആരോപിച്ചു. പ്രശസ്ത സിനിമാ നടൻ ആസിഫ് അലിയുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ആസിഫിന്റെ പിതാവും CPIM മുതലക്കോടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ MB ഷൗക്കത്ത് അലിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടന്നത്. പ്രാദേശിക വിഷയത്തിൽ CPIMും ലീഗും തമ്മിൽ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ CPIM പ്രവർത്തകന് പരിക്കേൽക്കുകയും 5 ലീഗ് പ്രവർത്തകർക്കെതിരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ പകയാണ് ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നാണ് സൂചന. ചില്ല് തകർത്തിട്ടുണ്ട്. രാത്രി 1:30 മണിക്കാണ് ഗേറ്റ് പൂട്ടിയിട്ടിരുന്നതാണ്. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയതിന് ശേഷം കല്ലിനെറിയുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു രാഷ്ട്രീയ ആക്രമണമാണ്. വേറെ വ്യക്തിപരമായ വിരോധങ്ങളൊന്നും ആർക്കുമില്ല. രാഷ്ട്രീയമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് നടന്നത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് കർശനമായ നിലപാട് സ്വീകരിക്കണം. കർശനമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രചരണങ്ങളും ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്കും ഞങ്ങൾ നീങ്ങേണ്ടി വരും. ആക്രമണത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന യുവാവ് മരിച്ചു. വിളപ്പിൽശാല സ്വദേശി സുധീർ ഖാനാണ് മരിച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിലായിരുന്നു ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഇന്ന് റോഡ് ഉപരോധിച്ചു. പത്താൻകോട്ടിൽ ആക്രമണം നടത്തിയ 6 ഭീകരരെയും വധിച്ചതായി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും. ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് നൽകി. ശനിയാഴ്ച രാവിലെ തുടങ്ങി 38 മണിക്കൂറാണ് വ്യോമസേനാ താവളത്തിൽ നുഴഞ്ഞുകയറിയ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയത്തിൽ നടത്തിയ തിരച്ചിലാണ്. ഏറ്റുമുട്ടലിൽ 6 ഭീകരരെയും വധിച്ചു. 2 ഭീകരരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത നിലയിലാണ്. മൃതദേഹങ്ങൾ DNA ടെസ്റ്റിന് വിധേയമാക്കും. തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ചിലത് പാക് നിർമ്മിതമാണെന്നും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ പറഞ്ഞു. I don't think हम लोगों ने सिक्योरिटी पे कुछ कॉम्प्रोमाइज किया. सिक्योरिटी पूरी तैयारी की थी. It takes some time to guard such a huge complex. വ്യോമതാവളത്തിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾക്കും തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല. സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. NIA അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഈ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അന്വേഷണം സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കരസേന വ്യോമസേനാ മേധാവികൾക്കൊപ്പം പത്താൻകോട്ട് വ്യോമസേനാ താവളം സന്ദർശിച്ച മനോഹർ പരീക്കർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. അതേസമയം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. ഭീകരാക്രമണത്തിലെ പാക് ബന്ധം സംബന്ധിച്ച തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. നടപടിയുണ്ടായില്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.